എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമുക്ക് കുറച്ച് ഹോം മെയ്ഡായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുത്താലോ. അതും ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആവശ്യത്തിന് ഒട്ടിക്കാനോ റിമൂവ് ചെയ്യാനോ ഒക്കെ പറ്റുന്ന ടൈപ്പ് സ്റ്റിക്കേഴ്സ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത കുറച്ച് സ്റ്റിക്കേഴ്സാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം, ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പ്രിൻ്റാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മളുടെ ഇഷ്ടമുള്ള കുറച്ച് കാർട്ടൂൺ ക്യാരക്ടേഴ്സിന് ഞാൻ പ്രിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പ്രിൻ്റ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ എക്സാക്റ്റായിട്ട് കട്ട് ചെയ്യുക. അതായത് നമ്മൾ ഔട്ടർ പോർഷൻസൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്യുക, പുറത്തെ കളറുകളൊക്കെ കളയുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ഇനി പ്രിൻ്ററും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഇതുപോലത്തെ നമ്മുടെ സ്റ്റോറി ബുക്സൊക്കെ ഉണ്ടാവില്ലേ, ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യമുള്ള പിക്ചേഴ്സ്, അതല്ല നമ്മുടെ ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, ഇതിൽ നിന്നൊക്കെ എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വരച്ച് കളർ ചെയ്തും എടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫസ്റ്റ് മെത്തേഡ് ചെയ്യാൻ പോകുന്നത് യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു, കണ്ടോ. എന്നിട്ട് അത് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഒരല്പ ഭാഗം പുറത്തോട്ട് നിർത്തിയിട്ട് ബാക്കി എല്ലാതും കട്ട് ചെയ്ത് മാറ്റുക. ഫുള്ളായിട്ട് കറക്റ്റ് ആ പിക്ചറിൻ്റെ അതിനനുസരിച്ചിട്ടല്ല കട്ട് ചെയ്യേണ്ടത്, ഒരല്പ ഭാഗം എക്സസ് ആയിട്ട് പുറത്തോട്ട് നിർത്തണം. മനസ്സിലായല്ലോ. എന്നിട്ട് ബാക്കിയുള്ള കൂടുതലായിട്ടുള്ള ഭാഗം കട്ട് ചെയ്യുക, അതായത് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് സ്റ്റിക്കർ ഇവിടെ റെഡിയായി. അപ്പോൾ ഈ റെയിൻബോ ഒക്കെ വരച്ചെടുക്കാൻ നല്ല ഈസി ആയിരിക്കും കേട്ടോ. എല്ലാവർക്കും ജസ്റ്റ് കേവ് പോലെ വരച്ചാൽ മതി. നമ്മൾ യു ഉൾട്ട വരച്ചിട്ട്, അതായത് റിവേഴ്സ് യു വരച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി സെക്കൻഡ് മെത്തേഡിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു ടേപ്പ് എടുത്തു, എന്നിട്ട് അതതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തു. അതായത് ഒരു ടേപ്പ് താഴെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു, എന്നിട്ട് നമ്മുടെ ആ ഒരു പിക്ചർ വെച്ച് കൊടുത്തു. വീണ്ടും വന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു, അതായത് നമ്മുടെ സെല്ലോ ടേപ്പ്. കണ്ടോ, താഴെയാണ് നമ്മുടെ ഒരു സെല്ലോ ടേപ്പ് ഇരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റിക്കർ വെച്ചേക്കാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു. മനസ്സിലായല്ലോ. ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി ഇത് കട്ട് ചെയ്യുക. ഇതും നേരത്തെ പോലെ തന്നെ രണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. കുറച്ച് ഭാഗം എക്സസ് ആക്കി നിർത്തിയിട്ട് കണ്ടോ, അതും നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിലും ടേപ്പ് ഒട്ടിച്ചു. ഇനി നമുക്ക് ഇതുപോലത്തെ പേപ്പേഴ്സ് കിട്ടും, വാൾ പേപ്പേഴ്സ് എന്നൊക്കെ പറയും. ഇതിവിടെ നമ്മൾ ബുക്ക് റാപ്പ് ചെയ്യാൻ മേടിക്കുന്ന പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൽ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് മുകളിൽ നമ്മൾ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക, സെല്ലോ ടേപ്പ്. ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഷൈനി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്നത്. ഇനി ഷൈനിങ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെല്ലോ ടേപ്പ് ഒട്ടിക്കാതിരിക്കാം. ഈ ഒരു മെത്തേഡിൽ ഇങ്ങനത്തെ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു പിക്ചർ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇത് നമ്മൾ ഇതുപോലെ താഴത്തെ ഭാഗം ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇത് ആവശ്യ സമയത്ത് നമുക്ക് റിമൂവ് ചെയ്യാം, എന്നിട്ട് ആവശ്യത്തിന് ഒട്ടിച്ചെടുക്കാം. കണ്ടോ, അപ്പോൾ ഇങ്ങനത്തെ ടേപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ആയാലും മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് പിക്ചർ ഡ്രോ ചെയ്യാം. നമുക്കിഷ്ടമുള്ള പിക്ചേഴ്സ് നമുക്ക് ഡ്രോ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് കുറച്ച് സ്മൈലീസ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പല ഡിഫറെൻറ്റ് ഇതിലുള്ള സ്മൈലീസ് വരച്ചു കൊടുത്തു. എന്നിട്ട് ഈ സ്മൈലീസിനെ നമ്മൾ കറക്റ്റ് സൈസിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ടേപ്പ് എടുത്തിട്ട് ഈ ടേപ്പിലോട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ ഒരു ഫേസ് ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ് നമ്മൾ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തത് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി അത് കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കണ്ടോ, ആ ഒരു പീസ് എടുത്തിട്ട് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, ഇതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതാക്കാൻ പോകുന്ന ഭാഗം കണ്ടോ, ഇതുപോലെ ചെയ്തിട്ട് ഇനി അതങ്ങ് എടുക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമുക്കിത് കറക്റ്റായിട്ട് റിമൂവ് ചെയ്യാം കേട്ടോ, കട്ട് ചെയ്യാം കേട്ടോ. എക്സസ് ആയിട്ട് നിർത്തണ്ട, ആദ്യത്തെ മെത്തേഡിൽ പറഞ്ഞ പോലെ എക്സസ് ആയിട്ടൊന്നും നിർത്തണ്ട. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു പേപ്പർ, എന്തെങ്കിലും ബട്ടർ പേപ്പറോ അതല്ലെങ്കിൽ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ടൈപ്പ് പേപ്പറോ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യാം, നമുക്കത് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ സ്റ്റിക്കേഴ്സും അതുപോലെ തന്നെയാണ് കേട്ടോ. നമുക്കിതുപോലെ ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സിൽക്കി ടൈപ്പ് ഷീറ്റ്സോ ഉണ്ടെങ്കിൽ അതിൽ ഒട്ടിച്ചു വയ്ക്കാം. എന്നിട്ട് ആവശ്യ സമയത്ത് എടുത്തിട്ട് നമുക്ക് ഏത് ബുക്കിലാണ് ഒട്ടിക്കേണ്ടതെങ്കിൽ അതിൽ നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ.
അപ്പോൾ ഇത് വളരെ ഈസിയാണ് കേട്ടോ ഈ മെത്തേഡ്സൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതാ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പിക്ചേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡ്രോയിങ് അറിയുന്നവരാണെങ്കിൽ നമുക്ക് ഡ്രോയിങ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഡ്രോയിങ് അറിയാത്തവരാണെങ്കിൽ നമുക്ക് പേപ്പറിൽ നിന്നോ മാഗസിൻസിൽ നിന്നോ നമ്മുടെ സ്റ്റോറി ബുക്സിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പഴയ ബുക്സിൽ നിന്നോ ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പല ടൈപ്പ് ഡ്രോയിങ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ബുക്സൊക്കെ നമുക്ക് ഡയറീസൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എന്താണ് എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ. പല കൂട്ടുകാരും നമ്മുടെ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്കും അതുപോലെ തന്നെ പുതുതായി സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടുകാരും നമ്മുടെ ചാനലിൻ്റെ അടുത്ത് കാണുന്ന ഈ ഒരു സബ്സ്ക്രൈബ് എന്ന് കാണുന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ സബ്സ്ക്രൈബ്ഡ് എന്നാവും. അതിനുശേഷം അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഈ 3 ഓപ്ഷൻസിൽ ഓൾ എന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ചെയ്യണേ.